നമുക്കിന്നൊരു ക്യാൻഡിൽ ലൈറ്റ് സപ്പർ ആയാലോ? മഴക്കാലം ആയതുകൊണ്ട് എന്നും വീട്ടിലിപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് സപ്പറും ഡിന്നറും ഒക്കെയാണ്. കറണ്ടില്ലല്ലോ. മഴ വന്നെന്ന് വിളിച്ചാൽ അതിൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്ന കറണ്ടിനെയാണല്ലോ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്നതെന്ന് ആലോചിക്കുമ്പം അതവിടെ നിൽക്കട്ടെ. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം നാഗവല്ലി വൈറ്റൊക്കെ. വലിയ കാര്യത്തിന് സിലിണ്ടർ ഓണാക്കാതെ പോയി സ്റ്റൗ കത്തിക്കാൻ നോക്കിയതാ. ഇപ്പം എങ്ങനെ ഇരിക്കണം? എൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ പുതിയ പുതിയ സാധനങ്ങൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വല്ലാത്ത ടെൻഡൻസി ആയിരുന്നു. അതിൻ്റെ ഒരു ഹോബിയായി മാറി എന്ന് തന്നെ പറയാം. പിന്നീട് കോളേജ് തുറന്നു, അതിനുള്ള സമയം കിട്ടാതായി. അങ്ങനെ ആ ഹോബി അവിടെ വെച്ച് മുരടിച്ചു പോയി. ഇപ്പോഴാണെങ്കിൽ ഇതാ മഴയും പിടിച്ച് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ 4 മണി പലഹാരം വീട്ടിലുണ്ടാക്കിയാലോ എന്നുള്ളൊരു ഉൾവിളി ഉണ്ടായത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ. ഈ 4 മണി പലഹാരത്തിന് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്ന പേരിട്ട് വിളിക്കാം. സത്യത്തിൽ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ എഗ് പപ്സ് ഉണ്ടാക്കാം എന്ന ചിന്തയായിരുന്നെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയൊന്നുമല്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എനിവേ, നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ഷേപ്പ് എഗ് പപ്സിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ രുചി വെച്ച് നോക്കുമ്പം എഗ് പപ്സിൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോനായിട്ട് വരാനുള്ള യോഗ്യത ഞാൻ ഉണ്ടാക്കിയ ഈ സാധനത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.